ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് സൈക്ലോപീഡിയ. നിഫ്റ്റിയുടെ മൂവ്മെന്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സെക്ടറുകളുടെ ഇൻഡെക്സിന്റെ പെർഫോമൻസ് കൂടെ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രേക്ക് യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണിത്. തീർച്ചയായും പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മാനുവലി ഒരാൾ ട്രേഡ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നു, അതായത് സപ്പോസ് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഫോളോ ചെയ്യാതെ ചാർട്ട് അനാലിസിസ്, പ്രൈസ് ലെവലൊക്കെ അനലൈസ് ചെയ്തിട്ട് കൂടെ സെക്ടറുകളുടെ പെർഫോമൻസ്, നിഫ്റ്റി ഈ ലെവലിന് മുകളിലാണെങ്കിൽ മാത്രം ട്രേഡ് എൻ്റർ ചെയ്യുക, നിഫ്റ്റി ഈ ലെവലിൽ ഡെയിലി ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ട്രേഡ് എൻ്റർ ചെയ്യാതിരിക്കുക, അതായത് ബൈ പൊസിഷൻ എൻ്റർ ചെയ്യാതിരിക്കുക, നിഫ്റ്റി ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ പൊസിഷൻ ഷോർട്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ്, അതേപോലെ തന്നെ സെക്ടറുകളുടെ പെർഫോമൻസ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഫാർമ സെക്ടറിലുള്ള ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ, ഇൻട്രാഡേ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ നിഫ്റ്റി ഫാർമ സെക്ടറിന്റെ ഇൻഡെക്സിന്റെ പെർഫോമൻസ് അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം, അതിന്റെ ഡെയിലി പെർഫോമൻസ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ എൻ്റർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരുപാട് സെക്ടോറിയൽ വൈസ് കമ്പാരിസൺ കൂടെ വെച്ചിട്ടായിരിക്കും മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരാൾ പല പാരാമീറ്റേഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രൈസ് ലെവൽ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ ആൽഗോയിൽ ഈ വക കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് പേര് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് പേര് ഇപ്പോഴും യൂസ് ചെയ്യാറില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഈ സിമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ സ്ട്രീക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ മാനുവലി ഒരു ട്രേഡ് എടുക്കുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ഒരാൾ കൺസിഡർ ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ നമുക്ക് ആൽഗോയിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റോബോട്ടിക്സ് എന്നുള്ളതൊക്കെ എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിൻ്റെ ഒരു മൈനർ ഫേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇൻ്റർഫേസ് സ്ട്രേക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ തീർച്ചയായും സ്ട്രേക്ക് അതിനൊക്കെ ഇൻ്റലിജൻ്റ് ആണ്. മാനുവലി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്ട്രേക്കിൽ അതേ രീതിയിൽ പ്ലോട്ട് ചെയ്യാം, അതേ രീതിയിൽ തന്നെ എൻട്രീസ് എടുക്കുകയും പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യമാണ്, നമ്മളുടെ ഓരോ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഓരോ ഫങ്ഷൻസിൻ്റെയും യൂസ് നമ്മൾ മനസ്സിലാക്കണം. അതിനെപ്പറ്റി നമ്മൾ തറോ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതിൻ്റെ പ്രാക്ടിക്കൽ യൂസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സിനാരിയോയിലാണ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കണ്ടീഷൻസ് മോഡിഫൈ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടേതായ രീതിയിൽ നമുക്ക് ആൽഗോസ് ഏത് രീതിയിലും ഡെവലപ്പ് ചെയ്യാം, എങ്ങനെയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, പ്രൊഡക്റ്റീവായിട്ട് നമുക്കതിൽ നിന്ന് റിസൾട്ടും കിട്ടും. സോ ഞാൻ സിമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് സ്ട്രൈക്ക് യൂസ് ചെയ്യുന്നത്, ഇതൊരു സ്ട്രാറ്റജി കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എല്ലാ സ്ട്രാറ്റജീസിലും എല്ലാ എൻട്രി കണ്ടീഷൻസിലും നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ട്, ഒരുപാട് രീതിയിൽ ഇത് യൂസ് ചെയ്യാം, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. സോ ഇത് മനസ്സിലാക്കുക. ഞാൻ കുറച്ച് സിനാരിയോ ബേസ് ചെയ്തിട്ട്, ഒരു 2-3 സിനാരിയോ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് കാര്യം, ഒരു സാധാരണ ഒരു ട്രേഡ്, അതായത് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഫോളോ ചെയ്യാതെ ഒരു ട്രേഡ് എടുക്കുന്ന ഒരാൾ, ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് എടുക്കാം, ഒരു HDFC ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക്. സോ HDFC ബാങ്ക് ഞാൻ ഓപ്പൺ ചെയ്തു ചാർട്ട്. സോ ഇതിപ്പം വേറെ ഒരു പ്രൈസ് ലെവൽ അനാലിസിസും പ്രോപ്പറായിട്ടുള്ള ഒന്നുമല്ല. അതായത് ഇത് ഒരു മാനുവലി ട്രേഡ് എടുക്കുന്ന ഒരാൾ ഏതൊക്കെ രീതിയിലാണ് പ്രൈസ് ലെവൽ കൺസിഡർ ചെയ്യുന്നത്, അത് എങ്ങനെ നമുക്ക് ആൽഗോയിൽ പ്ലോട്ട് ചെയ്യാം, ഈ ഫംഗ്ഷന്റെ യൂസ് എന്താണെന്ന് കാണിക്കാനും മനസ്സിലാക്കി തരാനും വേണ്ടി മാത്രമാണ്. സോ ഇപ്പം ഒരു ചാർട്ട് ഞാനൊരു മാർക്കറ്റ് തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആണ് ഇത് അനലൈസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, ഒരു ട്രേഡർ എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ ഒരു ചാർട്ട് അനലൈസ് ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്ത്, അപ്പോൾ ഇതിപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്ന ഡെയിലി, ഇതിപ്പോൾ ഞാൻ സാറ്റർഡേ ആണ് ചെക്ക് ചെയ്യുന്നത്, മൺഡേയിലേക്ക് വേണ്ടിയുള്ള അനാലിസിസ് ആണെന്നിരിക്കട്ടെ, മൺഡേയിലേക്കുള്ള ആൽഗോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സോ 1382 ക്ലോസ് ചെയ്തേക്കുന്ന സ്റ്റോക്ക് ഞാൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരച്ചിട്ട്, ഫോർ എക്സാമ്പിൾ വെറുതെ റഫായിട്ട് ഞാൻ 1385 ഒരു ബൈ എൻട്രി കാണുന്നത്. അതായത് HDFC ബാങ്ക് 1385 രൂപ ക്രോസ് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി എടുക്കും. ഞാൻ മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, മാനുവലി ചാർട്ട് നോക്കി ഇരുന്നിട്ട് ഈ പ്രൈസ് ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ മാത്രം എൻട്രി എടുക്കും. അപ്പം ഞാൻ അന്നേരം കൺസിഡർ ചെയ്യുന്ന വേറൊരു ഫാക്ടറും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കണമെങ്കിൽ എൻ്റെ നിഫ്റ്റിയുടെ ലൈവ് ചാർട്ടും കൂടെ നോക്കും. നിഫ്റ്റി ഇൻഡെക്സ് ഒരു അപ് ട്രെൻഡിലായിരിക്കണം. അതായത് നിഫ്റ്റി സിമ്പിളായിട്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഇപ്പം നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 13,513 നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്.
സോ അങ്ങനെയാണെങ്കിൽ 13,500 എന്ന് ഞാനിവിടെ മെൻഷൻ, ഞാനിവിടെ 13,515 മുകളിലാണെങ്കിൽ നിഫ്റ്റി 13,513 നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി മൺഡേ ഓപ്പൺ ആവുന്നത് ചിലപ്പം ഗ്യാപ് ഡൗണിലായിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത്. മേ ബി 13,400 ഓപ്പൺ ആവുന്നത്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതിലും താഴെയാണ്, പക്ഷെ നിഫ്റ്റി ഡൗൺ ട്രെൻഡിലോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബൈ പൊസിഷൻ എൻട്രി ചെയ്യണ്ട. നിഫ്റ്റി ഈ ലെവലിന് മുകളിലാണെങ്കിൽ മാത്രം എടുത്താൽ എൻട്രി ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ മാനുവലി ഇതും കൂടെ ഞാൻ കൺസിഡർ ചെയ്യും. മാനുവലി ചെയ്യുമ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ചാർട്ടും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഓക്കെ നിഫ്റ്റി ഡൗൺ ട്രെൻഡ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്, ഈ ഒരു ലെവലിൽ താഴെയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ട്രേഡ് ഞാൻ സ്കിപ്പ് ചെയ്യും അല്ലേ. പക്ഷെ ആൽഗോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ HDFC ബാങ്കിന്റെ ഡയറക്റ്റ് ഈ പ്രൈസ് മാത്രം എൻ്റർ ചെയ്ത് ബൈ പൊസിഷൻ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നിഫ്റ്റി ചാർട്ട് എവിടെയും ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പം നിഫ്റ്റിയുടെ ലെവൽ അത് കൺസിഡർ ചെയ്യുന്നില്ല. സോ അങ്ങനെ നിഫ്റ്റിയുടെ ലെവലും കൂടെ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ മറ്റു സെക്ടോറിയൽ മറ്റ് ഇൻഡെക്സുകളുടെയും കൂടെ കറണ്ട് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്തിട്ട് നമ്മളുടെ എൻട്രീസ് സ്കിപ്പ് ചെയ്യണോ അല്ലെങ്കിൽ എൻട്രി എടുക്കണോ, കുറച്ചുകൂടെ ഫൈൻ ആയിട്ടുള്ള എൻട്രീസ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ നമ്മൾ മാനുവലി എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ആൽഗോയിലും ചെയ്യാൻ പറ്റും. സോ അതാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് സിമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ. ഞാൻ സ്ട്രേറ്റ് ചെയ്ത് സ്കാനറിലും യൂസ് ചെയ്യാം. ഞാൻ സ്ട്രേറ്റ് ഫസ്റ്റ് സിനാരിയോ തന്നെ നമ്മളുടെ സ്ട്രീക്ക് സ്ട്രാറ്റജിയിൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. സോ ഫസ്റ്റ് സ്ട്രാറ്റജിയിൽ ക്രിയേറ്റ് സ്ട്രാറ്റജി. സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ബൈ ഡിഫോൾട്ട് നമ്മളൊരു ക്രിയേറ്റ് സ്ട്രാറ്റജി കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രീക്കിൻ്റെ ബേസിക് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ സ്വിച്ച് ടു അഡ്വാൻസ്ഡിലേക്ക് ടോഗിൾ ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് വ്യൂവിലാണ് ഈ സിമ്പിൾ ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, സോ അതെല്ലാവരും വീണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. ബേസിക്കിൽ അത് കിട്ടില്ല. ബേസിക് എന്നുള്ളത് ഏത് പ്ലാൻ ആണെങ്കിൽ പോലും ഈ അഡ്വാൻസ്ഡ് വ്യൂ ബേസിക് പ്ലാനും കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് ടോഗിൾ ചെയ്താൽ മതി, ഒരു സിംഗിൾ ക്ലിക്ക്, അന്നേരം ഇത് അഡ്വാൻസ്ഡിലേക്ക് പോകും. അതിൽ മാത്രമേ സിമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. സോ ഇത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സ്ട്രീക്കിന്റെ ബേസിക് ആയിട്ടുള്ള എൻട്രീസ്, ക്രോസസ് അബോവ്, ഹയർ ദാൻ, ട്രേഡഡ് പ്രൈസ്, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് തറോ ആയിട്ട് അറിയാവുന്നവർക്ക് മാത്രം ഇത് തുടർന്ന് കാണുക. അതില്ലെങ്കിൽ അത് ആദ്യം ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തുടർന്ന് ഈ വീഡിയോ കാണുക. ഞാൻ ഇതിൻ്റെ സജഷൻ, ആ ഒരു ബേസിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സജഷൻസിൽ ഞാൻ ആ വീഡിയോ ലിങ്ക് കൊടുക്കാം. സോ തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ കമ്പാരിസൺ ലെവൽ, ഈ ഒരു എൻട്രി കണ്ടീഷൻസ് കൂടെ മനസ്സിലാക്കി എങ്കിലേ അത് ക്ലിയർ ആവത്തുള്ളൂ. സോ ഞാനത് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുവാണ്. HDFC ബാങ്ക് എന്നുള്ളതാണ് ഇവിടെ. ഞാനൊരു ബൈ പൊസിഷൻ സ്വാഭാവികമായിട്ടും കുറച്ച് ക്വാണ്ടിറ്റി, 100 ക്വാണ്ടിറ്റി ഞാൻ കൊടുത്തു, സിമ്പിൾ. അപ്പം ഇതെന്ന് പറയുന്നത് എനിക്ക് 13,515 മുകളിൽ മാത്രം, അതായത് നമ്മളിവിടെ ഞാൻ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട് 1380, നമ്മൾ ആ ലെവല് മാർക്ക് ചെയ്തല്ലോ, ഒരു 1385. ഓക്കെ, വാട്ട് എവർ. സോ അതിന് മുകളിലാണെങ്കിൽ എൻട്രി എടുക്കും. സോ ഞാനിവിടെ ക്ലോസ്, ഇവിടെ 1 hour മാറ്റി ഞാൻ 5 minutes ക്യാൻഡിൽ ഡ്യൂറേഷൻ കൊടുത്തു. 5 minutes ആണ് ഡ്യൂറേഷൻ. 5 minutesന്റെ ക്യാൻഡിൽ വേണമെങ്കിൽ 1 minute കൊടുക്കാം. ഇനി വാട്ട് എവർ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച്. സോ ഇവിടെ ഹയർ ദാൻ മാറ്റിയിട്ട് ക്രോസസ് അബോവ്, നെക്സ്റ്റ് നമ്പർ എന്നുള്ളത് കൊടുക്കുക, നമ്പർ. ഓക്കെ, 1385. HDFC ബാങ്കിന്റെ 5 minutes ചാർട്ടിൽ 5 minutesന്റെ ക്യാൻഡിൽ എപ്പോഴെങ്കിലും 1385 മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ, അതായത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 1385 താഴെ ആയിരിക്കണം. മാർക്കറ്റ് അവേഴ്സിൽ 1385 മുകളിൽ വന്ന് ക്രോസ് ചെയ്യുവാണെങ്കിൽ ഇത് വെച്ച് ഒരു എൻട്രി എടുക്കും. ഞാൻ ഈ ക്രോസസ് അബോവ് മാറ്റി ഹയർ ദാൻ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഈവൻ നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ തന്നെ 1400 ഓപ്പൺ ആവുന്നതെങ്കിലും ആ ആദ്യത്തെ 5 minute ക്യാൻഡിൽ 1400 മുകളിലാണെങ്കിൽ ഹയർ ദാൻ കണ്ടീഷൻ ആണെങ്കിൽ എൻട്രി എടുക്കും, ക്രോസസ് അബോവ് ആണെങ്കിൽ എൻട്രി എടുക്കില്ല. സോ അതാണ് ഡിഫറൻസ്. അതാണ് ആ ബേസിക് വീഡിയോയിൽ, ഞാൻ തൊട്ടുമുന്നേ കാണാൻ പറഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നോർമലി HDFC ബാങ്ക് സ്റ്റോക്കിൽ നമ്മൾ ഒരു ബൈ ഡിഫോൾട്ട് ഒരാൾ ഒരു മാനുവലി ട്രേഡ് ചെയ്ത് ലെവൽസ് കണ്ടുപിടിച്ചിട്ട് ആ ലെവൽസ് മാർക്ക് ചെയ്ത് ബൈ അബോവ് അല്ലെങ്കിൽ സെൽ ബിലോ ദിസ് ലെവൽസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആൾ ആൽഗോ ഇടുന്നത്. അപ്പോൾ ആള് ഞാൻ പറഞ്ഞല്ലോ, മാനുവലി അങ്ങനെ ചെയ്യുന്ന ഒരാൾ അതിൻ്റെ കൂട്ടത്തിൽ നിഫ്റ്റിയുടെ പെർഫോമൻസും കൂടെ കമ്പയർ ചെയ്യണം. നിഫ്റ്റി നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ 13,515 മുകളിലാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കൂ. ഞാനിതൊക്കെ പറയുന്ന വെറും റഫ് വാല്യൂസ് ആണ്. ഇത് റിയൽ ടൈം സിനാരിയോയിൽ ഇത് നമ്മളുടെ സ്റ്റഡീസിനനുസരിച്ച് മാറ്റി കൊടുക്കണം. അപ്പം ഞാൻ ആ ഫംഗ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡ് അനദർ കണ്ടീഷൻ കൊടുക്കുക. അവിടെയാണ് ഈ സിമ്പിൾ എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്. SYMBOL, സിമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ,
ആൻഡ് സെലക്ട് സിമ്പിൾ. എന്നിട്ട് ഇവിടെ സിമ്പിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യേണ്ട നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണ് NIFTY സ്പേസ് 50IND എന്ന് പറയുമ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് വരും. സോ ഇതാണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിഫ്റ്റി ഇപ്പൊ സിമ്പിൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്തു, ദെൻ നിഫ്റ്റി പ്ലോട്ട് ചെയ്തു. ഇത് നിഫ്റ്റി അല്ല, നമുക്ക് ഏത് സെക്ടറുകൾ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. അതല്ല വേറെ സ്റ്റോക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഈവൻ ഇപ്പോൾ HDFC ബാങ്ക് ആണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. HDFC ബാങ്കിലാണ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ ഇവിടെ HDFC എന്നുള്ളത് കൊടുക്കാം. അതിന്റെ പാരന്റ്, അതായത് HDFCയുടെ പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് HDFC അങ്ങനെയൊക്കെ ഒരു അസംഷൻസ് ഉണ്ടല്ലോ, ഒരു സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഒരു കറക്റ്റ് പ്രോസസ് അല്ല. അങ്ങനെ വേണമെങ്കിൽ വേറെ സ്റ്റോക്ക് ആഡ് ചെയ്ത് നോക്കാം. അതായത് കമ്പയർ ചെയ്യാൻ വേണ്ടി മാനുവലി നോക്കുന്നവരുണ്ടല്ലോ, HDFC കൂടുന്ന കൂടെ ഈ ചില സെക്ടറുകൾ, ഇപ്പോൾ സപ്പോസ് ടെലികോം സെക്ടറിൽ എയർടെൽ കയറി പോകുന്ന സമയത്താണ് ഇൻഫ്രാടെൽ സ്റ്റോക്കുകൾ കയറാറുണ്ട്. അത് ആ സെക്ടോറിയൽ വൈസ് ന്യൂസിനനുസരിച്ച് ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് വേറെ സ്റ്റോക്ക്. അപ്പം ആ സെക്ടർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 2-3 കണ്ടീഷൻസ് ആഡ് ചെയ്യാം. അതായത് ആ സെക്ടർ, ടെലികോം സെക്ടർ, ഓക്കെ, സെക്ടോറിയൽ ഇൻഡെക്സിന്റെ വാല്യൂ അപ് ട്രെൻഡിലായിരിക്കണം, അല്ലെങ്കിൽ ഇന്നതിന് എബോവ് ആയിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഒരു പിയർ കമ്പനി അതും അപ് ട്രെൻഡിലാണോ, അതിന്റെയും കൂടെ വാല്യൂ ആഡ് ചെയ്ത് ക്രോസസ് എബോവ് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാം. സോ ഈ ഒരു ഫംഗ്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി വലിയ രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ എൻട്രി കണ്ടീഷൻസിലും നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങളുടെ കാൽക്കുലേഷൻസ്, നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സാധാ എക്സ്പെക്ടേഷൻസ്, നിങ്ങളുടെ അനാലിസിസ് അതേ രീതിയിൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ നിഫ്റ്റി നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഇവിടെ ക്ലോസ് കൊടുക്കണം. കോമ ഇട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ക്ലോസ്, അതായത് ഈ ക്ലോസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതേപോലെ തന്നെ കൊടുക്കുക. ബ്രാക്കറ്റ് ഇവിടെ വേറെ പ്ലസ് കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. കാരണം നിഫ്റ്റിയുടെ ഇൻഡെക്സ് ക്ലോസ്, ഈ ക്ലോസ് എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യുന്ന ഇവിടെ നമ്മൾ കൊടുക്കുന്ന മാസ്റ്റർ ക്യാൻഡിൽ 5 മിനിറ്റ്സ് ആണ് സെലക്ട് ചെയ്തത്. 5 മിനിറ്റ്സ്. അപ്പോൾ നിഫ്റ്റിയുടെയും HDFC ബാങ്കിന്റെയും ക്ലോസ് 5 മിനിറ്റ്സിന്റെ ക്യാൻഡിലായിരിക്കും ട്രാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റി ചാർട്ടിന്റെ 5 മിനിറ്റ്സ് ക്യാൻഡിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലോസ്. ഇവിടെ പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്തിട്ട് ഹയർ ദാൻ കണ്ടീഷൻ കൊടുക്കുക. ഹയർ ദാൻ ഓർ ഈക്വൽ ടു വേണേലും കൊടുക്കാം. ഓക്കെ, ഞാൻ ഹയർ ദാൻ സെലക്ട് ചെയ്യാണ്. ഹയർ ദാൻ സെലക്ട് ചെയ്തിട്ട് വീണ്ടും പ്ലസ് കൊടുക്കുക. നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്ത വെച്ച വാല്യൂ, അതായത് 13,515, അവിടെ നമ്പർ 13515 ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രാക്ടിക്കലി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വരും. അതായത് HDFC 1385 ലെവൽ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു എൻട്രി എടുക്കും. ഓൺലി ഇഫ് നിഫ്റ്റിയുടെ ലെവല് 13,515 മുകളിലാണെങ്കിൽ മാത്രം. നിഫ്റ്റി ഇതിന് താഴെയാണെങ്കിൽ ആ എൻട്രി സ്കിപ്പ് ചെയ്യും. സോ അതാണ് ഈ സിമ്പിൾ ഫംഗ്ഷന്റെ പ്രാക്ടിക്കൽ യൂസ് ഒരു സിനാരിയോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് ഞാൻ ബാക്ക് ടെസ്റ്റിലേക്ക് കടക്കുന്നില്ല, കാരണം ഇത് വെറുതെ ലെവൽസ് ചെക്ക് ചെയ്യുവാണ്. ഇത് നാളത്തെ മാർക്കറ്റ് കണ്ടീഷനാണ്. ഇത് മാർക്കറ്റ് ബാക്ക് ടെസ്റ്റ് അങ്ങനെയുള്ളതിന് കാര്യത്തിന് റെലവൻസ് ഇല്ല. സോ നമുക്ക് നെക്സ്റ്റ് സിനാരിയോ ചെക്ക് ചെയ്യാം. സോ ഇതാണ്, വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, ക്യാൻ വി എൻ്റർ ട്രേഡ്സ് ഓൺലി വെൻ എ സെക്ടോറിയൽ ഇൻഡെക്സ് പെർഫോംസ് എബോവ് എ സർട്ടൺ ലെവൽ. സോ അങ്ങനെ പറ്റും. അതായത് ഒരു സെക്ടർ ഇൻഡെക്സ്, ഇപ്പം ഞാൻ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്ന ബയോകോണിന്റെ സ്റ്റോക്ക് ആണ്. സോ ബയോകോണിന്റെ സ്റ്റോക്ക് നിഫ്റ്റി ഫാർമ സെക്ടറിൽ വരുന്ന സ്റ്റോക്ക് ആണത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫാർമ ഇപ്പം 12,366 നിഫ്റ്റി ഫാർമ ക്രോസ് ചെയ്തേക്കുന്നത്. സോ ബയോകോൺ സ്റ്റോക്ക് 455 ആണ് ബയോകോണിന്റെ സ്റ്റോക്ക്. ഞാൻ വെറുതെ എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഞാനിതിപ്പോൾ ചാർട്ട് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. പക്ഷെ ചാർട്ടൊക്കെ നോക്കി സ്വാഭാവികമായിട്ടുള്ള ഒരു അനാലിസിസ്, ഒരു മാനുവലി ഒരു അനാലിസിസ് നടത്തുന്ന ആൾ, ഓക്കെ, ഒരു ഡൗൺ, ഓക്കെ, ഇത് വന്നു. അപ്പം നാളെ ഇത് ഒരു 454 ക്ലോസ് ചെയ്തേക്കുന്നത്. 457, ഓക്കെ, 57 മുകളിൽ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ബയോകോൺ, അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ ഒരു എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഫാർമ സെക്ടറിലാണ് ഈ സ്റ്റോക്ക് വരുന്നത്. നിഫ്റ്റി ഫാർമ സെക്ടറും അപ് ട്രെൻഡ് ആണെങ്കിൽ മാത്രം ആ എൻട്രി എടുക്കുക. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സെയിം സ്ട്രാറ്റജി കണ്ടീഷൻ തന്നെ ബയോകോൺ സ്റ്റോക്ക് കൊടുക്കുക. 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ കൊടുക്കുക. ക്രോസസ് അബോവ് നമ്മൾ അടുത്ത ലെവൽ പ്രൈസ് 457 എന്ന് കൊടുത്തു. ഓക്കെ, സോ ബയോകോണിന്റെ സാധാരണഗതിയിൽ ബയോകോണിന്റെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്, ബയോകോണിന്റെ സ്റ്റോക്ക് 457 മുകളിലാണെങ്കിൽ ഒരു എൻട്രി എടുക്കും. ഓക്കെ, പക്ഷേ എനിക്ക് നിഫ്റ്റി ഫാർമ സെക്ടർ
കഴിഞ്ഞ ദിവസത്തിനേക്കാളും അതിലും കൂടിയ ലെവൽ, അതായത് 12,366 നമ്മളിവിടെ കണ്ട ലെവൽ. സോ അതിൽ കൂടിയ ലെവലിലാണെങ്കിൽ മാത്രം എൻട്രി എടുത്താൽ മതി എന്നുള്ളതാണ്. 12,366. സോ ഞാനിവിടെ സെലക്ട് ചെയ്ത് 12,370 മുകളിലാണെങ്കിൽ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. സോ ആഡ് അനദർ കണ്ടീഷൻ. ഇപ്പം നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് തന്നെ സിമ്പിൾ ഫംഗ്ഷൻ ആഡ് ചെയ്യുക. ഓക്കെ, സെലക്ട് സിമ്പിൾ നിഫ്റ്റി സ്പേസ് ഫാർമ, നിഫ്റ്റി ഫാർമ ഇൻഡെക്സ്. ഓക്കെ, ഇൻഡെക്സ് ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് വീണ്ടും കൊടുക്കുക. അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫാർമ സെക്ടറിൻ്റെ 5 minutes ക്ലോസ്. ഓക്കെ, പ്ലസ് ആഡ് ചെയ്തിട്ട് ഹയർ ദാൻ നമ്പർ 12,370. ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇത് എക്സിറ്റ് കണ്ടീഷനിലും ആഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് സ്റ്റിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്താ റീഡ് ചെയ്യുന്നത് വെച്ചാൽ ബയോകോണിന്റെ സ്റ്റോക്ക് 487 ക്രോസ് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് നിഫ്റ്റി ഫാർമ സെക്ടറും 12,370 ലെവലിൽ അതിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു ബൈ സിഗ്നൽ കിട്ടും, എൻട്രി കിട്ടും. അതല്ല എങ്കിൽ ഈ ലെവല് ബയോകോൺ ക്രോസ് ചെയ്ത് പോയാലും ഫാർമ സെക്ടറിന്റെ ഇൻഡെക്സ് വാല്യൂ 12,370 താഴെയാണെങ്കിൽ എൻട്രി കിട്ടില്ല, ആ എൻട്രി സ്കിപ്പ് ചെയ്യും. സോ എക്സിറ്റ് കണ്ടീഷൻസിൽ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം, പല രീതിയിൽ ക്ലബ് ചെയ്യാം. നിങ്ങൾ ഈ ഫംഗ്ഷനും ഇതിന്റെ യൂസും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സിംപിളി വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കാം. ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് വെറുതെ റാൻഡം ആയിട്ട്, അതായത് ഇവിടെ ഹയർ ദാൻ മാറ്റിയിട്ട് ക്രോസസ് അബോവ് എന്നുള്ള കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിഫ്റ്റി ഫാർമ സെക്ടർ 12,370 മുകളിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബയോകോൺ സ്റ്റോക്കിൽ ഒരു എൻട്രി എടുക്കും. ബയോകോൺ ഏത് പ്രൈസ് ആണെങ്കിലും ശരി, ഈ ഒരു ഇൻഡെക്സ് മാത്രം. സോ പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു കണ്ടീഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പല രീതിയിൽ അത് ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നിഫ്റ്റി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം ഒരു സ്റ്റോക്കിന്റെ ലെവൽ ചെക്ക് ചെയ്യാതെ നിഫ്റ്റിയുടെ ലെവൽ മാത്രം ചെക്ക് ചെയ്തിട്ട് സ്റ്റോക്കിൽ പ്രൈസിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. അത് ശരിയായിട്ട് കറക്റ്റ് പ്രാക്ടീസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ എൻട്രി എടുക്കുന്നവരുണ്ട്. നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകൾ അതിന്റെ നിഫ്റ്റി ആ മൂവ്മെന്റ് അനുസരിച്ച് സ്റ്റോക്കുകൾക്ക് വലിയ ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ അതേപോലെ നിഫ്റ്റി സെക്ടറുകൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് എൻട്രി എടുക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ആ സ്റ്റോക്കിന്റെ റെസ്പെക്റ്റീവ് സ്റ്റോക്ക്, അതിന്റെ അണ്ടർലൈങ് സ്റ്റോക്കിന്റെ പ്രൈസ് ലെവൽ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇൻഡെക്സുകളുടെ അല്ലെങ്കിൽ അതെങ്ങനെ മൂവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി ഫാർമ സെക്ടർ 12,370 ലെവലിന് മുകളിൽ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബയോകോൺ സ്റ്റോക്കിൽ ഒരു എൻട്രി എടുക്കും. അതാണ് ഒരു കണ്ടീഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് സിനാരിയോ ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് നിഫ്റ്റിയുടെ ലെവൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ തൊട്ട് മുന്നത്തെ ദിവസം നിഫ്റ്റി ലെവൽ എടുത്തു. ഓക്കെ, 13,515 നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അതിന് മുകളിൽ ആണ് എന്ന് നമ്മൾ ഡയറക്റ്റ് ആ നമ്പർ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ അപ്പോൾ കുറച്ചുകൂടെ അനാലിസിസിന്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്, എനിക്ക് നിഫ്റ്റി അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം ഞാൻ തൊട്ട് മുന്നേ ദിവസം ഇത് അനലൈസ് ചെയ്തിട്ട് നിഫ്റ്റി ഈ ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഇതിന് മുകളിൽ ഈ ലെവൽ ഞാൻ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു, അങ്ങനെ വേണ്ട. നിഫ്റ്റി എനിക്ക് ഡെയിലി അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം, അത് ഇന്നത്തെ ദിവസം ഓപ്പൺ ആയതിനേക്കാളും മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നതെങ്കിൽ മാത്രം എൻ്റെ ബൈ പൊസിഷൻ എക്സിക്യൂട്ട് ആവുക. സ്റ്റോക്കിനെ പറ്റി ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, അങ്ങനെ വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ലെവൽ, അതാണ് എൻ്റെ അനാലിസിസ് എങ്കിൽ അങ്ങനെയും നമുക്ക് കണ്ടീഷൻ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ നമുക്ക് അതിനുവേണ്ടി നേരത്തെ എടുത്ത HDFC ബാങ്ക് തന്നെ കൺസിഡർ ചെയ്യാം. സോ HDFC ബാങ്കിന് നമ്മളിവിടെ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന 1385 ലെവലിന് മുകളിൽ പോവുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. സോ ആ കണ്ടീഷൻ നമുക്ക് ഇവിടെ സ്റ്റോക്ക് HDFC ബാങ്ക് 5 minutes തന്നെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ക്ലോസസ് അബോവ് നമ്പർ 1385. ഓക്കെ, സോ ഇതിന് മുകളിലാണെങ്കിൽ എൻട്രി എടുക്കും. അപ്പം നെക്സ്റ്റ് ഇതിൽ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ലെവല് 13,500 മുകളിൽ 515 മുകളിലാണെങ്കിൽ മാത്രം എൻട്രി എടുക്കും. അപ്പോൾ അത് നമ്മൾ മാനുവലി ഇൻപുട്ട് ചെയ്തതാണ് ആ ലെവല്. ഓക്കെ, സോ ഇൻസ്റ്റഡ് ഇതിനകത്ത് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് അപ് ട്രെൻഡിലാണെങ്കിൽ
അതായത് ഡെയിലി നിഫ്റ്റി അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ എൻട്രി എനിക്ക് സ്കിപ്പ് ചെയ്യുക. ഞാൻ മാനുവലി ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഓക്കെ നിഫ്റ്റി ഡെയിലി അപ് ട്രെൻഡിലാണ്, ഓപ്പണിങ്ങിനേക്കാളും കൂടുതലാണ് ഹൈ, അങ്ങനെ ആണെങ്കിൽ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഫംഗ്ഷൻ വേണ്ടി വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ പ്ലോട്ട് ചെയ്യാം. സോ ആദ്യം സിമ്പിളായിട്ട് തന്നെ സിമ്പിൾ നിഫ്റ്റി 50 ഇൻഡെക്സ് അതിൻ്റെ ക്ലോസ്. ഓക്കെ, ഈ ക്ലോസ് എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ക്ലോസ് ആണ്. അപ്പം എനിക്ക് വേണ്ടത്, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, HDFC ബാങ്ക് 1385 മുകളിൽ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻട്രി എടുക്കും. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഒരു കണ്ടീഷനൂടെ വേണം, നിഫ്റ്റി ഡെയിലി അപ് ട്രെൻഡിൽ, അതായത് ആ ഡെയിലി സ്റ്റാറ്റസ് നിഫ്റ്റിയുടെ അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം എൻട്രി എടുക്കും. സോ തൊട്ട് മുന്നേ നമ്മൾ ഡയറക്റ്റ് ലെവൽ, നിഫ്റ്റിയുടെ ലെവൽ ഡയറക്റ്റ് കൊടുത്തത് ഹയർ ദാൻ ഇന്ന ലെവലിന് മുകളിൽ. അപ്പം നമുക്കിതിപ്പം മാനുവലി എനിക്ക് അങ്ങനെ ലെവൽ എൻട്രി ചെയ്ത് കൊടുക്കാൻ, അനലൈസ് ചെയ്തിട്ട് അത് എൻട്രി എടുക്കാൻ എനിക്ക് ഡിഫിക്കൽട്ട് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. സോ അതിന് പകരം ഞാൻ ഡയറക്റ്റ് ഈ ഒരു കണ്ടീഷൻ അങ്ങ് ഇൻപുട്ട് ചെയ്യുവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രീക്ക് തന്നെ വാലിഡേറ്റ് ചെയ്യും, നിഫ്റ്റി അപ് ട്രെൻഡിലാണെങ്കിൽ എൻട്രി എടുക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് ഇവിടെ ഹയർ ദാൻ കൊടുക്കുക, ഹയർ ദാൻ. ഇനി ഉള്ള ഒരു പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മൾട്ടി ടൈം ഫ്രെയിം എന്നുള്ള കണ്ടീഷനാണ്. മൾട്ടി ടൈം ഫ്രെയിം കംപ്ലീറ്റഡ്. സോ ഇത് സ്ട്രീക്കിൻ്റെ അൾട്ടിമേറ്റ് പ്ലാനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബേസിക് പ്ലാൻ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഫംഗ്ഷൻ സ്ട്രാറ്റജിയിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ മൾട്ടി ടൈം ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഡെയിലി ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോസ് എന്ന് പറയുന്നത് മാസ്റ്റർ ക്യാൻഡിൽ 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ 5 മിനിറ്റ്സിൻ്റെ ക്ലോസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആ ക്ലോസ് ചെയ്തേക്കുന്ന നിഫ്റ്റി അന്നത്തെ ദിവസം ഓപ്പൺ ആയതിൻ്റെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ അപ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാൻ പറ്റൂ. അപ്പം ഈ ടൈം ഫ്രെയിം എന്നുള്ളത് ഹയർ ദാൻ മൾട്ടി ടൈം ഫ്രെയിം ഡേ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഡേ സെലക്ട് ചെയ്തു, ഇവിടെ ഡേ കൊടുത്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ വീണ്ടും സിമ്പിൾ കൊടുക്കുക. കാരണം ഡയറക്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റർ സ്റ്റോക്കായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തേക്കുന്ന HDFC ബാങ്ക് ആണ്, അതാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സെയിം സിമ്പിൾ എന്നുള്ളത് ഒന്നുകൂടെ പ്ലോട്ട് ചെയ്യുക. നിഫ്റ്റി 50 ഇൻഡെക്സ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ഓപ്പൺ. ഈ ഓപ്പൺ സ്പെസിഫൈ, ഈ കണ്ടീഷൻ ഞാനൊന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കി തരാം. അതായത് നിഫ്റ്റി ഈ HDFC ബാങ്കിൻ്റെ പ്രൈസ് 1355 മുകളിൽ ക്ലോസ് ചെയ്ത് പോവുകയാണെങ്കിൽ എൻട്രി എടുക്കും. അതേപോലെ തന്നെ നിഫ്റ്റി അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കൂ. അപ്പോൾ അപ് ട്രെൻഡ് എന്നുള്ളത് കണ്ടീഷനാണിത്. അതായത് അപ് ട്രെൻഡ് ഉദ്ദേശിക്കുന്നത് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്ന, നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ കറണ്ട് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റിയുടെ ഡേ ഓപ്പൺ ക്യാൻഡിലിൻ്റെ മുകളിലാണ്. സ്വാഭാവികമായിട്ടും ഒരു ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന, സപ്പോസ് നിഫ്റ്റി 13,000-ലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അതിന് മുകളിൽ, ഇപ്പോൾ കറന്റ് നിഫ്റ്റി 13,100 ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ലേ? അതായത് നിഫ്റ്റി ഓപ്പൺ ചെയ്തേക്കുന്നത് 13,100, 13,000-ൽ, ഇപ്പം 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് ആ ദിവസം തന്നെ 13,100-ൽ. അപ്പം 100 പോയിന്റ് മുകളിലാണ് അപ്പം നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നിഫ്റ്റി അപ് ട്രെൻഡിലാണ്. സോ HDFC ബാങ്കിന് എൻട്രി ചെയ്യാം എന്നുള്ള കണ്ടീഷൻ വാലിഡേറ്റ് ആയി. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ എൻട്രി എടുക്കും. അപ്പോൾ നമുക്ക് ഇതൊരു മൾട്ടി ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിഫ്റ്റി അപ് ട്രെൻഡ് നമുക്ക് മാനുവലി ആ ലെവൽസ് നിഫ്റ്റിയുടെ കണ്ടുപിടിച്ച് എൻട്രി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ അതർവൈസ് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി അപ് ട്രെൻഡ് ആണെന്നുള്ളത് കൺസിഡർ ചെയ്യും. സോ നമുക്കത് ഡയറക്റ്റ്ലി എൻട്രി ചെയ്യാം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയും അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഞാൻ സിമ്പിളായിട്ട്, അതായത് ഇപ്പം നിഫ്റ്റി ട്രെൻഡിൻ്റെ കൂട്ടത്തിൽ തന്നെ HDFC ബാങ്കിനെ കുറച്ചുകൂടെ നമുക്കിത് ഫിൽട്ടർ ചെയ്യാം. അതായത് ബാങ്ക് നിഫ്റ്റി മാത്രമല്ല, HDFC ബാങ്കിൽ എൻട്രി ചെയ്യണമെങ്കിൽ റെസ്പെക്റ്റീവ് സെക്ടർ പെർഫോമൻസ്, അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നതാണ് HDFC ബാങ്ക് നിഫ്റ്റിയും അപ് ട്രെൻഡിലാണെങ്കിൽ ഈ എൻട്രി എടുത്താൽ മതി എന്നുള്ള കണ്ടീഷനും കൂടെ ആഡ് ചെയ്താൽ ഇത് കുറച്ചുകൂടെ ഫിൽട്ടർ ആവും. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. കാരണം ഇത് നേരത്തെയുള്ള നിഫ്റ്റിയുടെ അതേപോലെ തന്നെ കണ്ടീഷൻ ഇപ്പുറത്ത് പ്ലോട്ട് ചെയ്താൽ മതി. ആൻഡ് ഓക്കെ, സിമ്പിൾ കൊടുക്കുക, സിമ്പിൾ, ദെൻ സെലക്ട് സിമ്പിൾ കൊടുക്കുക, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, ഓക്കെ, അതിൻ്റെ ക്ലോസ്.
ക്ലോസ് എന്ന് പറയുന്നത് 5 മിനിറ്റ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, ഹയർ ദാൻ മൾട്ടി ടൈം ഫ്രെയിം സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡേ, അതായത് ഡേ ഓപ്പണിന് മുകളിലാണെങ്കിൽ ഓക്കെ ഡേ കൊടുക്കുക. ആ ഡേ വീണ്ടും സിമ്പിൾ ആഡ് ചെയ്യുക, കാരണം നിഫ്റ്റി ബാങ്കിന്റെ തന്നെ സിമ്പിളുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ ഇത് എങ്ങനെ വേണേലും കമ്പയർ ചെയ്യാം കേട്ടോ. ഇത് ഏതൊക്കെ ലെവലിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഇത് മോഡിഫൈ ചെയ്യാം, എങ്ങനെ വേണേലും കൊടുക്കാം ഈ കണ്ടീഷൻസ് മനസ്സിലായി കഴിഞ്ഞാൽ. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഓപ്പൺ. ഓക്കെ, ഇപ്പൊ ഇത്രയും ഈ ഒരു കണ്ടീഷൻ കുറച്ചുകൂടെ ഫിൽട്ടർ ആയി. അതായത് HDFC ബാങ്ക് 1385 മുകളിലാണെങ്കിൽ എൻട്രി എടുക്കും, നിഫ്റ്റി അപ് ട്രെൻഡിലായിരിക്കണം, അതേപോലെ തന്നെ അതിന്റെ സെക്ടോറിയൽ ഡിഫോൾട്ട് സെക്ടർ ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയും അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം ആ എൻട്രി കിട്ടും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പം കുറച്ചുകൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം NR7 അല്ലെങ്കിൽ റേഞ്ച് ബ്രേക്ക്ഔട്ട് പോലുള്ള സ്ട്രാറ്റജികൾ ഏത് യൂസ് ചെയ്താലും, ഡെയിലി 52 വീക്ക് അങ്ങനെയൊക്കെ ഉള്ള എന്ത് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വോളിയം കണ്ടീഷൻസ് പ്ലോട്ട് ചെയ്യാറുണ്ട്. മറ്റു പല ട്രെൻഡ് ഇൻഡിക്കേറ്റേഴ്സ് പലതും കുറച്ചും കൂടെ ഫോൾസ് ബ്രേക്ക്ഔട്ടുകളൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സെക്ടോറിയൽ ഇതേപോലെ തന്നെ സെക്ടറിന്റെ സ്റ്റാറ്റസ് അതല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സുകളുടെ സ്റ്റാറ്റസും കൂടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ, കാരണം ചില സമയത്ത് സെക്ടർ പെർഫോം ചെയ്യാതെ ആ സ്റ്റോക്ക് മാത്രം ചിലപ്പോൾ ഒരു മൂവ്മെന്റിന് ശ്രമിക്കുമായിരിക്കും, അറ്റംപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവിടുന്ന് റിവേഴ്സ് ആയി പോകും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അങ്ങനെയുള്ള സിനാരിയോസ് ഒക്കെ ഒഴിവാക്കാം. സോ ഇതേ രീതിയിൽ ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് സെയിം തന്നെ, ഓൾമോസ്റ്റ് സെയിം ആണ് ബയോകോൺ സ്റ്റോക്കിന്റെ ഫാർമ സെക്ടർ. അത് നമ്മൾ HDFC ബാങ്കിന്റെ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലാണെങ്കിൽ അത് ആ സെയിം കണ്ടീഷൻ തന്നെ ഫാർമ സെക്ടറിന് മാത്രം ബയോകോൺ സ്റ്റോക്ക് ആണ് എക്സാമ്പിൾ ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കാം. സ്റ്റോക്ക് ഇവിടെ മാറ്റി ബയോകോൺ സ്റ്റോക്ക്, ബയോകോൺ. സോ ക്വാണ്ടിറ്റീസ് അത് തന്നെ കിടക്കാം. 456 ഒരു ലെവൽ, എനിവേ വാട്ട് എവർ ലെവൽ 456 മുകളിലാണെങ്കിൽ എൻട്രി എടുക്കും. സോ നിഫ്റ്റി വേണ്ട, നിഫ്റ്റി കണ്ടീഷൻ നമുക്ക് വേണ്ട, നിഫ്റ്റി നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്തു. സെയിം തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അല്ല, നിഫ്റ്റി ഫാർമയിലാണ് ഇത് വരുന്നത്. സോ ഇവിടെ നമ്മൾ സെക്ടർ മാറ്റി നിഫ്റ്റി ഫാർമ, ഇവിടെയും നിഫ്റ്റി ഫാർമ. ഓക്കെ, സോ അതായത് നിഫ്റ്റി ഫാർമ അന്നത്തെ ദിവസം അപ് ട്രെൻഡിലാണെങ്കിൽ ബയോകോണിൽ 486 മുകളിൽ കയറുമ്പോൾ ഒരു എൻട്രി എടുക്കും. സോ അതാണ് സിംപ്ലി ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് ഈ കണ്ടീഷൻസ് പ്ലോട്ട് ചെയ്യുന്നത്. സോ നമുക്കത് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. അതായത് നിഫ്റ്റിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സെക്ടർ, ഒരു സ്റ്റോക്ക് ഒരു സെക്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള സ്റ്റോക്കിന്റെ ആ സെക്ടറിൽ ആ സെക്ടറിന്റെ പെർഫോമൻസും കൂടെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നവർക്ക് ഈ രീതിയിൽ കണ്ടീഷൻസ് ക്ലബ് ചെയ്യാം. സ്ട്രാറ്റജി അത് ഏതും ആയിക്കോട്ടെ, നമ്മളുടെ NR7 റേഞ്ച് ബ്രേക്ക്ഔട്ട് അങ്ങനെയുള്ള ഏത് സ്ട്രാറ്റജീസിൽ വേണമെങ്കിലും നിഫ്റ്റിയുടെയും ലെവൽസ് സെക്ടറുകളുടെയും ലെവൽസും കൂടെ ആഡ് ചെയ്ത് മാനുവലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടീഷൻസ്. അപ്പോൾ കുറച്ചും കൂടെ റിഫൈൻഡ് ആവും നമ്മുടെ എൻട്രീസ്. ഇത് മനസ്സിലാക്കുക, ഈ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓരോ എൻട്രീസിലും നിങ്ങളുടേതായ രീതിയിൽ കറണ്ട് നിഫ്റ്റിയുടെ ഡെയിലി അപ് ട്രെൻഡിലാണെന്നുള്ള കണ്ടീഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ നിഫ്റ്റി ഇന്ന ലെവലിന് മുകളിലാണെന്നുള്ള രീതിയിൽ ഡെയിലി ഓരോ ലെവൽസ്. ഇപ്പോഴും എന്നെയൊക്കെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാറുണ്ട്, ഡെയിലി സ്റ്റോക്ക് ലെവൽ അനലൈസ് ചെയ്തിട്ട് ഓക്കെ ഇന്ന ലെവലിൽ മാത്രം സ്റ്റോക്ക് എടുക്കണം, അവരുടേതായ ലെവലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ആൽഗോ ക്രിയേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് ഇടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ നിഫ്റ്റി അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം, അങ്ങനെ നിഫ്റ്റി ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ആ ഒരു എൻട്രി സ്കിപ്പ് ആവും. സോ അതാണ് ഇതിന്റെ യൂസ് വരുന്നത്. സോ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ മാനുവലി ഡിസ്ക്രിഷണറി ട്രേഡ് ചെയ്യുമ്പം കൊടുക്കാവുന്ന എല്ലാ കണ്ടീഷൻസും, ഇപ്പൊ ഒന്നോ രണ്ടോ ഫംഗ്ഷൻസ്, ഇപ്പൊ ഈ പോയിന്റ് ബേസ്ഡ് സ്റ്റോപ്പ് ലോസ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ബ്രോക്കേഴ്സിന്റെ റെസ്ട്രിക്ഷൻ കാരണം സ്ട്രീക്കിൽ അലൗഡ് അല്ല. അതല്ലാതെ മാനുവലി ചെയ്യുന്ന എല്ലാ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ക്രൈറ്റീരിയസും അതേ രീതിയിൽ തന്നെ ആൽഗോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആൽഗോ അഡ്വാൻസ്ഡ് ആണ്, ട്രേഡിങ്ങിന്റെ ഫ്യൂച്ചർ ആണ് ശരിക്കും ആൽഗോ. സോ എല്ലാ രീതിയിലും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് മനസ്സിലാക്കുക. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കോൺസെപ്റ്റുകൾ പഠിക്കുക, ഇതിന്റെ യൂസ് എങ്ങനെയാണെന്നുള്ളത്. ഒരു സ്ട്രാറ്റജി കാണുമ്പോൾ അതേ രീതി കോപ്പി ചെയ്യുന്നതിന് പകരം ഓരോ ഫീൽഡുകളും ഇടുന്ന ഓരോ പാരാമീറ്റേഴ്സും എന്താണ് അതിന്റെ ഇമ്പാക്ട്, ആൽഗോയിൽ എങ്ങനെയാണ് അത് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക.
സോ ഇത് നെക്സ്റ്റ് ട്രേഡ് തൊട്ട് ഇപ്പോൾ ഓൾറെഡി ആൽഗോ യൂസ് ചെയ്യുന്നവർ നെക്സ്റ്റ് ഡേ തൊട്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അവരുടെ ഇതായ രീതിയിൽ ആഡ് ചെയ്യുക. ലൈവിലില്ലെങ്കിൽ ബാക്ക് ടെസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കുക, ചാർട്ടുകൾ ഓപ്പൺ ചെയ്ത് നോക്കുക, നിഫ്റ്റിയുടെ ലെവലിൽ കറക്റ്റ് നിഫ്റ്റി ലെവലിൽ മുകളിലാണോ എന്നുള്ള രീതി കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വൺ ലൈൻ കണ്ടീഷനായിട്ട് ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിഫ്റ്റി രീതിയിൽ തന്നെ നിഫ്റ്റി സെക്ടർ അല്ലെങ്കിൽ ഒരു സെക്ടറിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ട് തന്നെ സ്റ്റോക്ക് പെർഫോം ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു കണ്ടീഷൻ, ആ സിമ്പിൾ ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്ക് ആ ലെവലിന് മുകളിൽ, ആ ഒരു സെക്ടർ ഇന്ന ലെവലിന് മുകളിൽ പോവുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ ഒരു എൻട്രി എടുക്കുക, അങ്ങനെ വരെ നിങ്ങൾക്ക് കൊടുക്കുക. സോ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. സോ ആൽഗോ ട്രേഡിംഗ് ഈ സ്ട്രീക്ക് പ്ലാറ്റ്ഫോം മാത്രമല്ല, ട്രേഡ്രോണ്, മെറ്റാട്രേഡർ, അങ്ങനെ പല ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും ഓൾമോസ്റ്റ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കോഡിംഗ് ലെവൽസ്, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഈ ഫംഗ്ഷൻസ് ഒക്കെ അതിലും ഉണ്ട്. സോ അതിലും ആൽഗോ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇനി പുതിയൊരു പ്ലാറ്റ്ഫോം വരുവാണെങ്കിൽ അതിൽ ചെയ്യുന്നവർക്കും ഇത് വളരെ രീതിയിൽ ഉപകാരപ്പെടും. സോ ഈ രീതിയിൽ ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുക. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. സോ അതേപോലെ തന്നെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ്. സോ ബിഗിനേഴ്സ്, ഇത് പഠിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. സോ തീർച്ചയായിട്ടും അതും റെസ്പോണ്ട് ചെയ്യും, അത് മോണിറ്റേർഡ് ആണ്. സോ എനിവേ എല്ലാവരും തുടർന്നും ഇതേപോലുള്ള വീഡിയോസ് കാണണം എങ്കിൽ, അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാവുന്ന സ്ട്രീക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് ബേസ് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചാനലിലൂടെ ത്രൂ ഷെയർ ചെയ്യും. സോ എനിവേ താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ദിസ്.